PM ശ്രീ വിഷയത്തിലെ ഈ പുതിയ ഗവൺമെന്റിന്റെ ഇടപെടൽ, ഇവിടെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? PM ശ്രീ അറബിക്കടലിൽ. ഇപ്പൊ അറബിക്കടൽ അറിയാത്തത് കൊണ്ടാണോ കളയാത്തത് എന്ന സംശയം നമുക്കുണ്ട്. അറബിക്കടൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത് എറിയും എന്ന് പറയുന്നവരാണോ മുസ്ലിം ലീഗുകാർ എന്ന സംശയം നമുക്കുണ്ട്. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. PM ശ്രീയുടെ കാര്യത്തിൽ പറഞ്ഞു, ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പണം ലഭിക്കില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിൽ വിശദമായി പറയുന്നു, PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത സംസ്ഥാനങ്ങൾക്കും PM ശ്രീയുടെ ഭാഗമായി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിലും ഫണ്ട് കൊടുക്കുക എന്നത് ഭരണഘടനാ പ്രകാരം ഒരു കേന്ദ്ര സർക്കാർ നടത്തേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നത്? PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, PMAY പദ്ധതി നമുക്കറിയാം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതി. അതിൽ ഒരു പടി മുന്നിലേക്ക് ഏതാണ്ട് അതേ തുക തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരളത്തിലെ സർക്കാരും ചേർന്നുകൊണ്ട് ഏറ്റവും അധികം വീട് വെച്ച കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. എനിക്ക് വ്യക്തിപരമായ അഭിമാനമുണ്ട്. ഞാൻ നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരത്തെ, ഞങ്ങളെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരം നഗരസഭയാണ് ഈ കാലയളവിൽ കേരളത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഞങ്ങൾ ആരും അവരോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഈ പണം തരണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പണം വീട് വയ്ക്കുന്നതിനു വേണ്ടി തരണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ, വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു ചാപ്പ കുത്തണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നൽകുന്ന പണം. അങ്ങനെ കൂടുതൽ തുക ഒരു പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ട് നമ്മൾ ആരും അവരോട് പറഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല, കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞില്ല, കേരളത്തിന്റെ ജനപ്രതിനിധികൾ ആരും പറഞ്ഞില്ല, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞങ്ങളാണ് നിങ്ങൾക്ക് പണം തന്നത് എന്ന ചാപ്പ കുത്തണമെന്ന്. അഭിമാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. അങ്ങനെ അഭിമാനത്തോടുകൂടി പറഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പണം തരില്ല. നിങ്ങളുടെ പണത്തിനു മുന്നിൽ എന്റെ ജനതയുടെ, എന്റെ ജനങ്ങളുടെ അഭിമാനത്തെ പണയം വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധീരനായ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.